നീ മാത്രമല്ല, അവൾ സ്വയം പറഞ്ഞു. ഒന്നും രണ്ടുമല്ല, അനേക ലക്ഷം നിസ്സഹായരായ മനുഷ്യർ ഈ നാട്ടിലുണ്ട്. ഇരകളാകാൻ വിധിക്കപ്പെട്ടവർ, തടവറകളിലും പുറത്തും ശരീരവും മനസ്സും ജീവിതവും കയ്യേറപ്പെട്ട് അടിമകളായി കഴിയുന്ന ഒരു ജനത. ഇസൽ നിശ്വസിച്ചു. ഖുർബാൻ ബലിതർപ്പണത്തിൻ്റെ കഥയാണ്. കഥയല്ല, ജീവിതമാണ്. ഈ ലോകത്ത് പലയിടങ്ങളിലായി ബലിയർപ്പിക്കപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതമാണ്. ഇത് ജീവിതം തന്നെ സമരായുധമാക്കിയ കുറേയേറെ ആളുകളുടെ സമരത്തിൻ്റെ കഥയാണ്. ജയിലുകളിൽ നിഴല് പോലും അവശേഷിപ്പിക്കാതെ കൊന്നൊടുക്കുന്ന ഭരണകൂട തന്ത്രങ്ങൾ ഇസ്താംബുൾ എന്ന നഗരത്തെയോ തുർക്കി എന്ന രാജ്യത്തെയോ മാത്രം ഗ്രസിക്കുന്ന തരത്തിലുള്ള ഒന്നല്ല. പലസ്തീനും ഇന്ത്യയും സിറിയയും അഫ്ഗാനിസ്ഥാനും എല്ലാം ഈ കഥയിലുണ്ട്. ഭരണകൂടവും പോലീസും ഒന്നിച്ച് കുറ്റവാളികളെയും കള്ളസാക്ഷികളെയും സൃഷ്ടിച്ചെടുക്കുന്ന അതിഭീകരത നിറഞ്ഞ ഒരു ലോകത്തേക്കാണ് ഈ നോവൽ നമ്മെ കൊണ്ടെത്തിക്കുന്നത്. ചിലന്തി വലകൾ പോലെ കുരുക്കുകൾ നെയ്തെടുത്ത് വളരെ സാധാരണക്കാരായ മനുഷ്യരെ അവർ പോലും അറിയാതെ അതിലേക്ക് വലിച്ചിഴച്ച് ഒരിക്കലും അഴിച്ചെടുക്കാൻ പറ്റാത്ത വിധം നിസ്സഹായരാക്കി മാറ്റുന്ന ദുമാന്റെയും ഹിഷാമിനെയും പോലെയുള്ള ഭരണത്തിൻ്റെ കാവലാളുകളായി, നീതിയുടെ കാവലാളുകളായി സ്വയം അവതരിക്കുന്ന ക്രൂരതയുടെ പൊയ്മുഖങ്ങൾ കാണാം നമുക്ക് ഓരോ താളിലും. കുർദ് വംശജരായ ദമീറും ഇസലും ഇസ്താംബൂളിലേക്ക് വന്നു ചേരുന്നത് ഏതൊരു സാധാരണ കുടുംബത്തെയും പോലെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് തൻ്റെ മകൻ ജിയാനെ ഉയർന്ന നിലയിൽ എത്തിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ കാലം അവർക്ക് കാത്തുവെച്ചത് അതിക്രൂരമായ പീഡനങ്ങളായിരുന്നു. തൻ്റെ പെൺസുഹൃത്തായ ദിലാരയ്ക്ക് ഒരു ചായ വാങ്ങാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിയ ജിയാൻ അവിടെ ഉണ്ടായ ഒരു ബോംബാക്രമണത്തിൽ പോലീസിൻ്റെ പിടിയിലാകുന്നു. കുർദ് വംശത്തിൽപ്പെട്ട ആളായതുകൊണ്ടും അവരുടെ ജീവനും അസ്തിത്വത്തിനും ചോദ്യങ്ങൾ ഉയരാൻ സാധ്യതയില്ലാത്തതുകൊണ്ടും വളരെ എളുപ്പത്തിൽ തന്നെ അവൻ്റെ മേൽ തീവ്രവാദം ആരോപിക്കാൻ പോലീസ് അധികാരികൾക്ക് സാധിക്കുന്നു. ഹെമിൻ മുഹമ്മദി എന്ന യുവാവിനെതിരെയുള്ള കള്ളസാക്ഷി പറയാൻ അവർ ജിയാനെ നിർബന്ധിക്കുന്നു. പക്ഷേ ജിയാൻ തൻ്റെ ജീവൻ പോയാലും അങ്ങനെ ഒരു കള്ളസാക്ഷി പറയാൻ കൂട്ടാക്കാത്തതുകൊണ്ട് അവൻ്റെ അച്ഛനായ ദമീറിനെ ഭീഷണിപ്പെടുത്തി കള്ളസാക്ഷി പറയിപ്പിച്ച് 35 വർഷത്തെ തടവ് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നു. ഇങ്ങനെ തുടങ്ങുന്ന ഈ നോവൽ പിന്നീട് നിസ്സഹായരായ ഒരുപാട് മനുഷ്യരിലേക്ക്, അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നു. സ്വന്തം മകൻ ബലിയാടാവുന്നത് കാണാൻ കഴിയാതെ വേറെ ഒരു മകനെ ബലിയാടാക്കേണ്ടി വന്നതിലെ കുറ്റബോധം ദമീറിനെ സ്വന്തം കുടുംബത്തിൽ നിന്ന് മാനസികമായി അകറ്റുന്നു. ആ കുടുംബം തകരുന്നു. ദമീർ വീണ്ടും ദുമാന്റെയും ഹിഷാമിൻ്റെയും ഭീഷണിക്ക് വഴങ്ങി ദരിയയ്ക്കും അലിക്കുമെതിരെ കള്ളസാക്ഷി പറയേണ്ടി വരുന്നു. ഇങ്ങനെ അജ്ഞാത സാക്ഷികളെ, സാങ്കല്പിക സാക്ഷികളെ നിർമ്മിച്ചെടുത്ത് നിരപരാധികളായ സാധാരണക്കാരായ ആളുകളെ കുരുക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ, അതിൻ്റെ കാവലാളുകളുടെ ക്രൂരതയുടെ നേർക്കാഴ്ചയാണ് ഹരിത സാവിത്രിയുടെ ഖുർബാൻ. എബ്രു തിംതിക്കിനെ സമർപ്പിച്ച ഈ നോവൽ ദരിയ എന്ന അഭിഭാഷകയിലൂടെ അവർ അനുഭവിച്ച ജയിൽ യാതനകളുടെയും നിരാഹാര സമരത്തിൻ്റെയും ഒരു ചിത്രം നമുക്ക് കാണിച്ചു തരുന്നു. കെയാൻ എന്ന അനിയൻ്റെയും അലി എന്ന കാമുകൻ്റെയും കൂടെ സാധാരണ ജീവിതത്തിലേക്ക് ഇറങ്ങാമായിരുന്നു ദരിയയ്ക്ക്. പക്ഷേ അവർ ജീവിതം സമരമാക്കിയവരാണ്. ജയിലിലെ സ്ത്രീകളോട് മാന്യമായി പെരുമാറണം, അവരുടെ വസ്ത്രങ്ങൾ അഴിക്കുന്നത് നിർത്തണം, അവരുടെ ശരീരങ്ങൾ ഉദ്യോഗസ്ഥർക്ക് സുഖിക്കാനുള്ളതല്ല. ദരിയയുടെ വാക്കുകളാണിത്. അലിയും ദരിയയും സ്വന്തം ജീവിതങ്ങൾ നിസ്സഹായരായ മനുഷ്യർക്ക് വേണ്ടി ബലി കൊടുക്കുന്നു. സിലിവറി ജയിലിൽ വെച്ച് 2022 ഏപ്രിൽ 10 പീഡിപ്പിച്ചു കൊന്ന ഫെർഹാൻ യിൽമാസിൻ്റെ മൃതശരീരത്തെപ്പറ്റി സഹോദരൻ നൽകിയ വിവരം ഉദ്ധരിച്ചുകൊണ്ട് എഴുത്തുകാരി പറയുന്നുണ്ട്, വക്കീലെ, ഞാൻ കണ്ടതാണ് എൻ്റെ അനിയൻ്റെ ശരീരം. തുണി മുറുക്കി കെട്ടിത്തൂക്കിയതുപോലെ അവൻ്റെ കഴുത്തിൽ നീലിച്ച പാടുണ്ടായിരുന്നു. കണ്ണുകൾ രണ്ടും പൊട്ടി ചോരയൊഴുകുന്നുണ്ടായിരുന്നു. പഞ്ഞി കുത്തി നിറച്ച മൂക്ക് തകർന്ന അവസ്ഥയിലായിരുന്നു. ഒരു മരം വന്ന് വീണതുപോലെ നെഞ്ചിൽ വലിയൊരു ചതവുണ്ടായിരുന്നു. എൻ്റെ ഈ മുഷ്ടിയുടെ വലിപ്പമുണ്ടായിരുന്നു അവൻ്റെ മേൽച്ചുണ്ടിന്. അണയുന്നതിന് മുമ്പുള്ള ഓരോ പോരാട്ടത്തിലും അസ്ഥികൂടം പോലെ ബാക്കിയാവുന്ന ശരീരവും കുഴികൾ നിറഞ്ഞ തലയോട്ടിക്കുമിടയിലുള്ള ഓരോ ജീവിതങ്ങളുടെ കണ്ണിലെ പ്രകാശത്തിന് വാളിൻ്റെ മൂർച്ചയുണ്ടായിരുന്നു. നോവലിൻ്റെ ബ്ലേബിൽ PN ഗോപികൃഷ്ണൻ പറഞ്ഞു വെക്കുന്ന പോലെ
ഇത് മനുഷ്യ അന്തസ്സിൻ്റെ തകർച്ചയെക്കുറിച്ചാണ്. തകർക്കപ്പെടുന്ന അന്തസ്സിൻ്റെ കഥ. ജീവനൊരുക്കി വളർത്തി ഉണ്ടാക്കിയ ജീവനും ജീവിതവും ഒരു നിമിഷം കൊണ്ട് തകർക്കപ്പെടുന്ന കഥ. ഇത് ഇസൽ, ഗുലി എന്ന അമ്മമാരുടെ പോരാട്ടത്തിൻ്റെ കഥയാണ്. ദമീറിനെ ജീവന് തുല്യം സ്നേഹിച്ച ജമീലയുടെ കഥയാണ്. ഫാറൂഖിൻ്റെയും കെയാൻ്റെയും ഓയയുടെയും എൽദോറിൻ്റെയും നിസ്സഹായരായ ലോകത്താകമാനമുള്ള ലക്ഷക്കണക്കിന് നിരപരാധികളുടെ ജീവിതമാണ്. മുറിയാത്ത ഒരു മനുഷ്യനെ പോലും കാണാൻ കഴിയില്ല നമുക്ക് ഈ താളുകളിൽ. എന്നിട്ടും ഓരോ അമ്മയും ഇസലിൻ്റെ വാക്കുകൾ ഉച്ചരിക്കുന്നു. ഹേയ് കാറ്റേ, എൻ്റെ നനഞ്ഞ ശബ്ദം നീ എൻ്റെ മകൻ്റെ ചെവികളിലെത്തിക്കൂ. എൻ്റെ മൃദുസ്പർശം എന്ന പോലെ നീ അവനെ തഴുകൂ.